ഓക്കെ, അപ്പൊ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കുക. സ്ട്രാറ്റജി നമ്പർ 2 വിച്ച് വി കോൾഡ് ഓപ്പണിംഗ് ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് മൊമെന്റം സ്ട്രാറ്റജി, അല്ലെങ്കിൽ മൊമെന്റം ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി എന്നോ മൊമെന്റം സ്ട്രാറ്റജി എന്നോ വാട്ട് എവർ നെയിം യു ക്യാൻ കോൾ ഇറ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് 5 minute ക്യാൻഡിൽ സ്ട്രാറ്റജി എന്നോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ നെയിം ഇറ്റ് എനിത്തിങ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തിങ് ഇതാണ്. നമ്മള് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഫോറക്സ് മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ടൈമിങ് ഞാൻ ജസ്റ്റ് നോട്ട്സ് വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയാം. ചാറ്റിൽ കൺഫേം ചെയ്യാം, വിസിബിൾ അല്ലെന്ന് ജസ്റ്റ് ചാറ്റിൽ കൺഫേം ചെയ്യാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് 9:15 AM ഓപ്പൺ ആയിട്ട് ടിൽ എത്രയാണ്, 3-3:30 ആ ഒരു റേഞ്ച് വരെയാണ് ഇന്ത്യൻ മാർക്കറ്റ്. നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു 3 PM. ഓക്കെ, 3 PM ക്ലോസ് ആവുന്ന ഒരു രീതിക്കാണ് നമ്മുടെ അസംഷൻ പോകുന്നത്. ഇപ്പൊ 9:15 ഓപ്പൺ ആയ മാർക്കറ്റ് 3 PM ക്ലോസ് ആയി കഴിഞ്ഞാല് ആസ് എ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം ഇതിൽ പോകുന്ന എങ്ങനെയാന്ന് വെച്ചാല് 9:20, അതായത് 9:15 ഓപ്പൺ ആവും, 9:20 കഴിഞ്ഞാലാണ് നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആവുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക, ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിരിക്കുക. ക്ലിയർ ആൻഡ് കൺസൈസ് ആണ്, സിമ്പിൾ ആണ്. ഇഫ് യു ആർ ലിസണിങ് ഇത് സിമ്പിൾ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. 9:20 നമ്മുടെ ട്രേഡ് ആക്ടിവേറ്റ് ആവും. ഓക്കെ, 9:20 ട്രേഡ് ആക്ടിവേറ്റ് ആവും. അപ്പോ നമ്മളെ ക്യാൻഡിൽസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 മിനിറ്റിൽ ക്യാൻഡിൽ സെറ്റ് ചെയ്തിടാൻ പറ്റും. അതേപോലെ തന്നെ 15 മിനിറ്റിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും, 1 മിനിറ്റിൽ സെറ്റ് ചെയ്തിടാൻ പറ്റും, 1 അവറിൽ, 1 ഡേയില്. ഇതിലൊക്കെ നമുക്ക് ക്യാൻഡിലിന്റെ ടൈം ഫ്രെയിം സെറ്റ് ചെയ്തിടാൻ പറ്റും. ഓക്കെ, ടൈം ഫ്രെയിം എന്ന് വെച്ചാൽ എന്താ? ടൈം ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എനിക്ക് ട്രേഡിംഗ് വ്യൂവിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. 5 മിനിറ്റ്, 15 മിനിറ്റ്, 30 മിനിറ്റ്സ്, ഇതേപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഈ ഓപ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ 5 മിനിറ്റിലാണ് ടൈം സെറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ഓരോ 5 മിനിറ്റിലായിരിക്കും ക്യാൻഡിൽ ഫോർമേഷൻ നടക്കുന്നത്. ഓരോ 5 മിനിറ്റിലായിരിക്കും ക്യാൻഡിൽ ഫോർമേഷൻ നടക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 9:15 ഒരു ക്യാൻഡിൽ ഓപ്പൺ ആയി, ദെൻ നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആവുന്നത് 9:20 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആവുന്നത് 9:25 അടുത്ത ക്യാൻഡിൽ 9:30 ഓപ്പൺ ആവും. ഇതേ സെയിം സാധനം ഞാൻ 30 മിനിറ്റ്സിലാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ, ടൈമിങ് ഞാൻ സെറ്റ് ചെയ്യുന്നത് 30 മിനിറ്റ്സിലോ 15 മിനിറ്റ്സിലാണെന്ന് വിചാരിക്കുക. 15 മിനിറ്റ്സ്, 15 മിനിറ്റ്സിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്യാൻഡിൽ 9:15 ഓപ്പൺ ആവൂലേ? ഓക്കെ, സെക്കൻഡ് ക്യാൻഡില് ഓപ്പൺ ആവുന്നത് 9:20 അല്ല, 9:30 സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പൺ ആവുക. ക്ലിയർ? അടുത്ത ക്യാൻഡിൽ ഓപ്പൺ ആവാൻ 9:45 ക്യാൻഡിൽ ഓപ്പൺ ആവുക. ഓക്കെ, അപ്പൊ വേറെ ഒന്നുമില്ല, ട്രേഡിംഗ് വ്യൂ പ്രകാരം നമ്മൾക്ക് ഏത് രീതിയിൽ കാണണോ അതിന് വേണ്ടിയിട്ട്, ഏത് ടൈം ഫ്രെയിമിൽ കാണണോ അതിനനുസരിച്ച് നമുക്ക് ക്യാൻഡിൽസിനെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു ഒപ്റ്റിമൽ ആയിട്ടുള്ള സംഭവം 5 മിനിറ്റ് ആണ്. ഓക്കെ, 5 മിനിറ്റ്സ് ആണ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, ആൻഡ് നമ്മൾ ഗ്രാഫിലേക്ക് പോകുന്നതിന് മുമ്പ് സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വൈറ്റ് ബോർഡിൽ ജസ്റ്റ് ഒന്ന് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണാം. ഇപ്പൊ ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആയി, എപ്പോ 9:15 ഓപ്പൺ ആയി. ഫസ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ ആണ് ഓപ്പൺ ആയി എന്ന് വിചാരിക്കാം. ഗ്രീൻ ക്യാൻഡിൽ ഓപ്പൺ ആയി, ഇവിടെയാണ് ക്രൂഷ്യൽ മൊമെന്റ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ വാച്ച് ചെയ്യണം. ഈ ക്യാൻഡിലിന്റെ മൊമെന്റം വാച്ച് ചെയ്യുക. വാച്ച് ചെയ്തതിനു ശേഷം ഈ ക്യാൻഡിലിന്റെ മേലേക്കാണോ താഴേക്കാണോ അടുത്ത ക്യാൻഡിൽ ഫോം ചെയ്യണമെന്ന് നോക്കുക. 9:15 ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മേലേക്കാണ് നെക്സ്റ്റ് ക്യാൻഡിൽ. 9:20 ക്യാൻഡിൽ ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ എ ബൈ സൈഡ്. നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, ബൈ ഓപ്പർച്യൂണിറ്റി എടുക്കുക. ആൻഡ് ഇഫ് നോട്ട്, ഇതാണ് സിനാരിയോ,
എന്നുണ്ടെങ്കിൽ ബൈ സിനാരിയോ. ഇതല്ലാതെ നമുക്ക് ഫസ്റ്റ് ക്യാൻഡില് 9:15 ഓപ്പൺ ആയി. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡില് ഗ്രീൻ ക്യാൻഡിൽ 9:15 ഓപ്പൺ ആയി. പക്ഷെ സെക്കൻഡ് ക്യാൻഡില് ഓപ്പൺ ആവുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ 9:15 താഴേക്കാണ് ഓപ്പൺ ആയി പോയത് സെക്കൻഡ് ക്യാൻഡില്. ഓക്കെ, താഴേക്കാണ് ഓപ്പൺ ആയി പോയത്. സെക്കൻഡ് ക്യാൻഡില് താഴേക്കാണ് ഓപ്പൺ ആയി പോയത്. ഓക്കെ, സെക്കൻഡ് ക്യാൻഡിൽ. ഈ കേസില് വി ഹാവ് ടു ഗോ ഫോർ സെൽ. വി ഹാവ് ടു ഗോ ഫോർ സെൽ. ആൻഡ് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണെന്ന് അറിയാം, പക്ഷെ ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിൽ ക്രൈറ്റീരിയാസ് കൂടുതൽ വരുന്നുണ്ട്. അതല്ല, നാളെ നിങ്ങൾ സിംപ്ലി പോയിട്ട് ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ആയത് പച്ചയാണ്, നെക്സ്റ്റ് ക്യാൻഡിൽ വീണ്ടും പച്ച, അതിന്റെ മേലെ ഓപ്പൺ ആയെന്ന് വിചാരിച്ചിട്ട് ബൈ സൈഡ് അല്ല എടുക്കേണ്ടത്. ഇതുമ്മൽ കുറെ ക്രൈറ്റീരിയാസ് കൂടി ഉണ്ട്. പക്ഷെ സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് തിങ്. ഇത് ക്ലിയർ ആണോ എന്ന് ജസ്റ്റ് ചാറ്റിൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റിലേക്ക് പോവാ. ക്ലിയർ അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഐ ഹോപ്പ് നിങ്ങളുടെ ചാറ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നു. ഇൻ എനി ടൈം ഫ്രെയിം അല്ല, ഞാൻ ഇപ്പൊ ഇത് സ്പെസിഫിക്കലി പറയുന്നത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിന് വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് ടൈം ഫ്രെയിം. ഓക്കെ, ആൻഡ് നൗ ഇതിന്റെ മേജർ ആയിട്ടുള്ള ഫാക്ടേഴ്സ്, കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് എന്ന് പറയുന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംപ്ലി എന്ത് ചെയ്യാൻ പറ്റൂല. ഒരു പച്ച ക്യാൻഡിൽ വന്നു, അതിനുശേഷം വേറെ ഒരു പച്ച ക്യാൻഡിൽ വന്നു, അതിന്റെ പേരിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേരെ പോയിട്ട് ബൈ സൈഡ് എടുക്കാൻ പറ്റില്ല. അല്ലെ, ഇതിന്റെ ക്രൈറ്റീരിയാസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൈറ്റീരിയാസ് ക്രൈറ്റീരിയയുടെ നമ്പർ 1 ക്രൈറ്റീരിയ എന്താന്ന് വെച്ചാല്, ഒന്ന്, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിടും. ഓക്കെ, വാച്ച് ലിസ്റ്റിലേക്ക് കുറച്ച് മേജർ ആയിട്ടുള്ള സ്റ്റോക്സ് ആഡ് ചെയ്തിടും. ഞാൻ ഇന്നലെ റീൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു മേജർ ആയിട്ട് ഏതൊക്കെ സ്റ്റോക്സ് നമ്മൾ ആഡ് ചെയ്തിടണമെന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സ്റ്റോക്സ് ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യും, എന്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിടും. ഫസ്റ്റ് തിങ്, വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിടാം. ഇനി രണ്ടാമത്തെ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ട സ്റ്റോക്സ് അടുത്ത ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ചാല്, നമ്മൾ ഇതേപോലെ അനലൈസ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഇതിൽ ഏത് സ്റ്റോക്കിനെ പിക്ക് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ നോക്കേണ്ടത് ഈ സ്റ്റോക്സ് നിങ്ങൾ പ്രീ മാർക്കറ്റ് വരച്ചിടണം. എല്ലാ സ്റ്റോക്സിനും പ്രീ മാർക്കറ്റ് വരച്ചിടണം. പ്രീ മാർക്കറ്റ് ഇൻ ദ സെൻസ്, ഒന്ന്, ഈ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ നമ്മൾക്ക് നോക്കുക, നമുക്ക് നോക്കുക. ഒന്ന്, പ്രീവിയസ് ഡേ ഹൈ. രണ്ട്, പ്രീവിയസ് ഡേ ലോ. പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ. അതേപോലെ തന്നെ മേജർ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് വെച്ചാൽ ഞാൻ ചാർട്ട്സിൽ ഇത് കാണിച്ചു തരാം. മേജർ ആയിട്ടുള്ള പോയിന്റുകൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന സ്റ്റോക്സ് ആയിരിക്കണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന്, അത് നമുക്ക് തലേ ദിവസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 5-10 ചാർട്ട്സ് വരച്ചിടാൻ പറ്റും. 5-10 ചാർട്ട്സ് വരച്ചിടാൻ പറ്റും. എന്നിട്ട് ഈ ചാർട്ട്സ് വരച്ചിട്ടതിന് ശേഷം പിറ്റേ ദിവസം മോർണിംഗില് എപ്പോഴാണോ എന്ത് വരുന്നത്, എപ്പോഴാണോ ഈ ചാർട്ട്സ് എയ്തർ റെസിസ്റ്റൻസ് ബ്രേക്ക് ആവുന്നോ, അതായത് ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡില് ഒന്നിലേക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിരിക്കണം, എന്നിട്ട് സെക്കൻഡ് ക്യാൻഡിൽ എന്ത് ചെയ്യണം, അത് സസ്റ്റെയിൻ ചെയ്യണം.
മനസ്സിലായോ? അതായത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന് അടുത്തുള്ള സ്റ്റോക്സ് വരച്ചിടുക. വരച്ചിട്ടതിന് ശേഷം 9:15 ക്യാൻഡിൽ പോയിട്ട് ഈ സപ്പോർട്ടിനെ അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തിരിക്കണം. ആൻഡ് ബ്രേക്ക് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ ക്യാൻഡിൽ എന്ത് ചെയ്യണം? അത് സസ്റ്റെയിൻ ചെയ്യണം. സസ്റ്റെയിൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മേലോട്ട് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ മേലോട്ട് തന്നെ ഇരിക്കണം സെക്കൻഡ് ക്യാൻഡിലിന്റെ ഓപ്പണിങ്ങും വരുന്നത്. ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ബാക്കി പോവാം. ക്ലിയർ അല്ലെങ്കിൽ ഞാൻ രണ്ടാമത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഒരാൾക്ക് നോട്ട് ക്ലിയർ, ഒരാൾ ക്ലിയർ, ബാക്കിയുള്ളവര് വൺസ് മോർ. ഓക്കെ, റിപ്പീറ്റ്. ഓക്കെ, ഫൈൻ. അതായത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? വേറൊന്നുമില്ല, നമ്മൾ സ്റ്റോക്സിനെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തു. ഓക്കെ, സ്റ്റോക്സിനെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തു. വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഡ്രോ ചെയ്ത് വെക്കും. ആ ചാർട്ടില് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഡ്രോ ചെയ്ത് വെക്കും. ഞാൻ ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് എന്ത് ചെയ്തു എന്ന് വെച്ചാല്, ഇന്ന് ജസ്റ്റ് ഇങ്ങനൊരു ഇങ്ങനൊരു മൊമെന്റം കാണുന്ന ഒരു ചാർട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനൊരു ഇങ്ങനെയാണ് ചാർട്ടിൽ കാണുന്നത്. ഞാൻ സ്റ്റോക്ക് മേലേക്കില്ല താഴോട്ടില്ലാണ്ട് പോകുന്നത് കണ്ടപ്പോ ഞാൻ കണ്ടു ഇവിടെ സപ്പോർട്ടും ഉണ്ട്, സോറി റെസിസ്റ്റൻസും ഉണ്ട്, സപ്പോർട്ടും ഉണ്ട്, ഇല്ലേ? അപ്പൊ ഞാൻ ഇന്ന് നൈറ്റ് എന്ത് ചെയ്യും? ഇത് വരച്ചു വെക്കും. ഇന്ന് നൈറ്റ് ഇത് വരച്ചു വെക്കും. ഇതാണ് എന്റെ ട്രേഡിംഗ് പ്ലാൻ. ദിസ് ഇസ് കോൾഡ് ട്രേഡിംഗ് പ്ലാൻ. ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക? ട്രേഡിംഗ് പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാല്, വൺസ് നിങ്ങൾ നാളെ ക്യാൻഡിൽ ഓപ്പൺ ആവുകയും ഈ ഒരു ലെവലിന്റെ മേലേക്ക് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഐ ക്യാൻ ഗോ ഫോർ എ ബൈ. ഏത്? ഈ ഒരു ലെവൽ മനസ്സിലാവും? ഈ റെസിസ്റ്റൻസിന്റെ ലെവൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഐ ക്യാൻ ഗോ ഫോർ എ ബൈ. ഈ ഒരു ലെവലിൽ നിന്ന് എനിക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ വരുന്ന സെക്കൻഡ് ക്യാൻഡിൽ ഇവിടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബൈ എടുക്കാൻ പറ്റും. ഓക്കെ, അതിന് പകരം ഇതല്ല, ഇതല്ലാതെ നാളത്തെ ക്യാൻഡിൽ ഇങ്ങനെയാണ് വരുന്നത്. താഴോട്ട് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, എന്നിട്ട് അതിന്റെ താഴോട്ട് സെക്കൻഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ ഗോ ഫോർ എ സെൽ. അപ്പൊ പറയുന്നത് ഇതാണ്, ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഏതെങ്കിലും മേജർ ആയിട്ടുള്ള ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കണം. ഫസ്റ്റ് ക്യാൻഡിൽ കണ്ടോ, ഇത് മേജർ ആയിട്ടുള്ള ലെവലാണ്, മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ആ മേജർ ആയിട്ടുള്ള ലെവല് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് ക്യാൻഡിലും ഈ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ആ ഒരു മൊമെന്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താഴോട്ടാണ് ഫസ്റ്റ് ക്യാൻഡിൽ വന്നത്, സെക്കൻഡ് ക്യാൻഡിലും താഴോട്ട് ഒരു മൊമെന്റം ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ സെൽ ഓപ്ഷൻ എടുക്കുക. ആൻഡ് വീണ്ടും ക്രൈറ്റീരിയാസ് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ബേസിക്സ് ഫസ്റ്റ് സെറ്റ് ആവണം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ക്ലിയർ ആയിട്ട് നമുക്ക് പോവാം. ഇനിയും ക്ലിയർ അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? രണ്ടാൾ ക്ലിയർ ആയിട്ടുണ്ട്, മൂന്നാൾ ക്ലിയർ ആയിട്ടുണ്ട്. ക്ലിയർ, 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 ക്ലിയർ. ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്ലിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻ. ഇനി അപ്പൊ ആദ്യത്തെ ബേസ് സിനാരിയോ നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലായി. ബേസ് സിനാരിയോ കിട്ടി. ഇനി അടുത്ത ക്രൈറ്റീരിയ, വീണ്ടും ഞാൻ വേറൊരു സംഭവം പറയാട്ടോ. എനിക്ക് കുറെ പേര് പറയുന്നുണ്ട്, ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണോ കൂടുതൽ നിങ്ങൾ പഠിപ്പിക്കുന്നത്, പ്രൈസ് ആക്ഷൻ ആണോ കൂടുതൽ പഠിപ്പിക്കുന്നത്, ഈ ICT SMC ആ സാധനങ്ങളൊന്നും ഇല്ലേ? മക്കളെ, ഞാനൊരു 5-6 വർഷമായി മാർക്കറ്റില്. ഓക്കെ, 5-6 ഇയേഴ്സ് ആയിട്ട് മാർക്കറ്റിൽ ഞാൻ പറയുന്നത്, ഇപ്പോഴും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റാവുന്ന, ഏറ്റവും കൂടുതൽ റിലവന്റ് ആയിട്ട് നിങ്ങൾ ക്രൈറ്റീരിയാസും റിസ്ക് മാനേജ്മെന്റും വെച്ച് പോയി കഴിഞ്ഞാൽ വെറും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രം മതി നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ. വെറും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രം മതി. ICT-SMC കോംപ്ലക്സ് സ്ട്രാറ്റജീസ് ഒന്നും വേണ്ട. പക്ഷെ പ്രോപ്പർ റിസ്ക് റിവാർഡും ഏത് റിസ്ക് മാനേജ്മെന്റും വേണം. അത്രേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് ഫെർദർ ആയിട്ട് പോവാം. ഇതിലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പറയുമ്പോൾ ലാസ്റ്റ് മിനിറ്റിലെ വെച്ചാണോ നോക്കുക? മനസ്സിലായില്ല? ഒന്നുകൂടെ ക്ലിയർ ആയിട്ടൊന്ന് കമന്റിലിടാം. ഓക്കെ,
കമന്റിൽ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് ചോദിക്കാം. എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തിങ് മനസ്സിലായി എന്താണ് ഒരു സപ്പോർട്ടോ ഒരു റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും മേജർ ലെവല് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ബൈ ഓർ സെൽ അക്കോർഡിംഗ് ടു ദി സിറ്റുവേഷൻ. മേലേക്കാണ് ബ്രേക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈ എടുക്കുക, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെൽ എടുക്കുക. ഓക്കെ, ക്ലിയർ. ഇനി രണ്ടാമത് നിങ്ങൾ നോക്കേണ്ട ഒരു ക്രൈറ്റീരിയ എന്താന്ന് വെച്ചാല്, ഇപ്പോ ഇങ്ങനെയാണ് കേട്ടോ ഹലോ. ചാർട്ട് വരുന്നത്. ആ യെസ്, അതായത് നമ്മളൊരു കഴിഞ്ഞ ദിവസത്തെ അല്ലേ നോക്കാൻ വേണ്ടി പറഞ്ഞത്, ഗ്രാഫ് വരച്ച് അതെ വെക്കാൻ വേണ്ടി പറഞ്ഞത്, സപ്പോർട്ടും റെസിസ്റ്റൻസും. അതെ അപ്പോ കറക്റ്റ്. ഒരു 9 മണി മുതൽ 2 മണി വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഇങ്ങനെ ചാർട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതില് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കുറെ സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സപ്പോർട്ടും റെസിസ്റ്റൻസും ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് ചാർട്ട് വരുമല്ലോ. അപ്പൊ പിറ്റത്തെ ദിവസം 9 മണിക്ക് ഓപ്പൺ ആയതിനു ശേഷം പിറ്റേ ദിവസത്തെ കാര്യമാണോ പറയുന്നത്? അപ്പൊ പിറ്റത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യണം, ഈ റെസിസ്റ്റൻസ് എവിടെ ബ്രേക്ക് ചെയ്യുന്നോ അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം, ബൈ ചെയ്യാം. അതല്ലെങ്കിൽ സെല് ചെയ്യാന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അതെ, കുറെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉള്ള ഭാഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഏത് ഭാഗത്ത് ലാസ്റ്റ് ഇപ്പൊ ഒരു മൂന്ന് മണി വരെ ഉള്ളതിൽ അപ്പൊ അവിടുത്തെ റെസിസ്റ്റൻസും സപ്പോർട്ടും വെച്ചിട്ടാണോ ബ്രേക്ക് ചെയ്യുന്നത് നോക്കേണ്ടത് എന്നാ ചോദിച്ചത്. അത് ഞാൻ അതിൽ ചാർട്ടിൽ കാണിച്ചു തരാം. ചാർട്ടിൽ കാണിച്ചു വരുമ്പോ കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം. നമുക്കിപ്പോ എന്റെ ചാർട്ടിന്റെ ഒരു കോലം ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അതായത് ഇവിടെയൊക്കെ ഇങ്ങനെ ഇതുണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായി. പിന്നെ അതിനുശേഷം ഞാൻ നേരത്തെ പോലെ തന്നെ എനിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഞാൻ സ്പോട്ട് ചെയ്തു. സ്പോട്ട് ചെയ്തു. ഇവിടെ ഞാൻ ട്രേഡ് ഒഴിവാക്കും. ഇവിടെ ഞാൻ ട്രേഡ് ഒഴിവാക്കും. ഇവിടെ ഞാൻ ട്രേഡ് ഒഴിവാക്കും. ഇതിന്റെ റീസൺ എന്താന്ന് വെച്ചാല്, എന്റെ ഇപ്പൊ നമ്മളൊരു ബ്രേക്ക് ഔട്ടിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ബ്രേക്ക് ഔട്ടിലാണെന്നുണ്ടെങ്കിൽ അല്ലെന്നൊരു പറഞ്ഞോ. ഹലോ, ഓക്കെ. നിങ്ങൾ ജസ്റ്റ് ചിന്തിക്കുക. അതായത് നിങ്ങള് ഒരു ബോള് താഴേക്ക് ഇട്ട് പോകുന്നു, ഒരു ബോള് താഴേക്ക് ഇടുന്നു. ഈ ബോള് താഴേക്ക് ഇടുന്നതിന്റെ ഇടയിൽ താഴേക്ക് ഒരു സാധനവും ഇല്ലാന്നുണ്ടെങ്കിൽ ഈസിലി ഫെല്ലായിട്ട് താഴേക്ക് എത്തും ആ ബോള്, അല്ലെ? പക്ഷെ ആ ബോളിന്റെ താഴെ കുറെ എന്തുണ്ട്, മറ്റേ കുറെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ അതിലൊക്കെ തട്ടി 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 ചിലപ്പോ തട്ടി എവിടെങ്കിലൊക്കെ ഇരിക്കും, അല്ലെ? താഴേക്ക് ഡയറക്റ്റ്ലി എത്തണമെന്നില്ല. കറക്റ്റ് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഐ ഷുഡ് അവോയ്ഡ് ദാറ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർ മൊമെന്റം ആണ്. പ്യുവർ മൊമെന്റം കിട്ടണം. പ്യുവർ മൊമെന്റം കിട്ടണം എന്നുണ്ടെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് മാക്സിമം ഒഴിവായിരിക്കണം. മാക്സിമം ഡിസ്ട്രാക്ഷൻസ് ഒഴിവായിരിക്കണം. അതായത് നിങ്ങൾ പെട്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലും കാര്യങ്ങളിലൊന്നും വേറെ എന്ത് വരാൻ പാടില്ല, ക്യാൻഡിൽസ് ഒന്നും കാണാൻ പാടില്ല. ക്ലിയർ ആയിരിക്കണം. അതായത് ഇപ്പൊ ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാർട്ട് പെട്ടെന്നൊന്ന് നോക്കുന്ന സമയത്ത് ഇവിടെ ഇവിടെ ഒന്നും അധികം എന്തുകൊണ്ടാകാൻ പാടില്ല, ക്യാൻഡിൽസ് വരാൻ പാടില്ല. ആൻഡ് ഇത് എല്ലാ ദിവസവും ട്രേഡ് കിട്ടൂല. ഓക്കെ, അത് മനസ്സിലാക്കിയിരിക്കുക. എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണ്ട എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെറുതെ എന്തിനാണ് കുറെ ബ്രോക്കറേജും കാര്യങ്ങളും ചാർജസും കൊടുക്കുന്നത്. എനിക്ക് ഒരുപാട് പേരെ പിയാൻഡൽ കിട്ടി. പിയാൻഡൽ നോക്കുമ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ആണ്, പക്ഷെ നെറ്റ് റിയലൈസ്ഡ് വാല്യൂ എന്താണ്, ലോസിലേക്ക് പോകുന്നു. കാരണം ചാർജസ് ആണ്. അത്രയും ഓവർ ട്രേഡ് ചെയ്ത് കൊണ്ട് എല്ലാ പ്രോഫിറ്റും കൊണ്ടുപോയിട്ട് ബ്രോക്കറിനും കാര്യങ്ങൾക്കും കൊണ്ടുപോകും, കൊടുക്കും. ഇതാണ് പ്രശ്നം വരുന്നത്. നമുക്കിന്ന് ജസ്റ്റ് എന്റെ പ്രീ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് എങ്ങനെ ജസ്റ്റ് പ്രീ മാർക്കറ്റ് വരച്ചിടാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആൻഡ് അതിനുള്ള ടൈം എനിക്ക് അറിയില്ല എത്രത്തോളം ഇനി പോസിബിൾ ആയിരിക്കും എന്ന്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം പ്രീ മാർക്കറ്റ് പറ്റാനുള്ള കവർ ചെയ്യാനുള്ള ടൈം ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പ്രീ മാർക്കറ്റ് എങ്ങനെയാണ് വരക്കണെന്ന് വെച്ചാല്, ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാർട്ട് വരാണ്. ഈ ചാർട്ടിൽ ഞാൻ എങ്ങനെ പ്രീ മാർക്കറ്റ് വരക്കും? ഈ ചാർട്ടിൽ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു സപ്പോർട്ട് കാണാം, അല്ലെ?
ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു സപ്പോർട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കയറിയോ? നീ എപ്പോഴാ കയറിയേ? ടോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്ത് പറയ്. വെക്കാം. ഫാത്തിമ റഫിയ. ഓക്കെ. ഗൈസ് സ്ക്രീൻ കാണുന്നില്ല. എനിക്ക് ഡ്രോയിങ്ങിന് എന്തോ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കട്ടെ. ഡ്രോ ചെയ്യുമ്പോൾ ഇതിലേക്ക് എഫക്റ്റ് ആവുന്നില്ല. ഓക്കെ. ഓക്കെ ഫൈൻ. ഇപ്പൊ ഇതാണ് എന്റെ എന്ത് സപ്പോർട്ട്. രണ്ട് ടച്ച് പോയിന്റ്സ് ഉണ്ട്, 3 ടച്ച് പോയിന്റ്സ് ഉണ്ട്. ഈ ഒരു ഏരിയയില് 3 ടച്ച് പോയിന്റ്സ് വരുന്നുണ്ട് അല്ലെ? അതായത് സപ്പോർട്ട് 3 ടച്ച് പോയിന്റ്സ് വരുന്നുണ്ട്. എവിടെയൊക്കെയാ? ഒന്ന് ഇവിടെ, പിന്നെ ഇവിടെ, പിന്നെ ഇവിടെ, ഇവിടെ 3 ടച്ച് പോയിന്റ്സ് വരുന്നുണ്ട്. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് കാണുന്നുണ്ടോ എന്ന് കമന്റ് കൺഫേം ചെയ്യാ. ടച്ച് പോയിന്റ് കാണുന്നുണ്ടോ? 1 ഇവിടെ വരുന്നുണ്ട്, 2 ഇവിടെ വരുന്നുണ്ട്, 3 ഇവിടെ വരുന്നുണ്ട്, 4 ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇത് എന്റെ സപ്പോർട്ട് ആയിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാം. ആൻഡ് ദെൻ റെസിസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഏത് ഏരിയ? ഈ ഒരു ഏരിയ ഇവിടെ വരെയാണ് എന്റെ റെസിസ്റ്റൻസ്. കാരണം ഈ ഒരു സോണിന്റെ ഉള്ളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, എന്റെ ചാർട്ട്, HDFC ചാർട്ട് ഇപ്പോ കളിക്കുന്നതെന്ന് വിചാരിക്കും. ഇവിടെ ടച്ച് ചെയ്തു, ഇവിടുന്ന് വീണ്ടും പോവാൻ പറ്റുന്നില്ല, വീണ്ടും ട്രൈ ചെയ്തു, പോവാൻ പറ്റുന്നില്ല, താഴേക്ക് എത്തി, താഴേന്ന് ബൗൺസ് ബാക്ക് ചെയ്തു, പിന്നെയും ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, ഈ ഒരു സോണ് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ എനിക്ക് ഇതിനെ എന്ത് ചെയ്യാ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇവിടുന്ന് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, സോറി ചാർട്ട് മാറിപ്പോയി. ഓക്കെ, ഇവിടുന്ന് ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. റെസിസ്റ്റൻസ് ഈ ഒരു ഏരിയ. നാളെ ഇനി ഈ ഭാഗം ഓപ്പൺ ആയിട്ട്, നാളെ ഈ ഒരു ഭാഗം ഓപ്പൺ ആയിട്ട് എയ്തർ എന്താണ് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ പ്രകാരം, ഒന്നില്ലെങ്കിൽ ഈ ഒരു താഴേക്ക്, ഞാൻ പറയുന്നു ഈ ഒരു സോൺ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഓൾമോസ്റ്റ് നാളെ ഇതിലൊരു ഓപ്പർച്യൂണിറ്റി വലുതായിട്ട് കാണുന്നില്ല. പക്ഷെ ഞാനത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാനായിട്ട്, ആദ്യത്തെ സെഷൻ ആയതുകൊണ്ട് ഞാൻ സിമ്പിളി പറഞ്ഞുതരാം. നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ട്രേഡിംഗ് പ്ലാൻ വരക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല്, ഇൻ കേസ് രാവിലെ ഓപ്പൺ ആവുന്ന ക്യാൻഡിൽ ഇങ്ങോട്ട് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗോ ഫോർ എ എന്ത് ബൈ ഓപ്ഷൻ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എന്തുണ്ട് ക്രൈറ്റീരിയ ഉണ്ട്. ഇതിന്റെ അടുത്ത് ഡിസ്ട്രാക്ഷൻസ് പാടില്ല എന്ന് പറഞ്ഞില്ലേ? ഈ ഡിസ്ട്രാക്ഷൻ ഉദ്ദേശിച്ചത് ഇതേപോലത്തെ ഏരിയാസ് ആണ്. പക്ഷെ ഇതൊരു മൈനർ ഡിസ്ട്രാക്ഷൻ ആണ്. ഇവിടെ ഒരു മൈനർ ഡിസ്ട്രാക്ഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് ക്യാൻഡില് ഈ ഒരു ഭാഗം ബ്രേക്ക് ചെയ്തിട്ട് ഇവിടം വരെയും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ ബൈ. ഓക്കെ, പക്ഷെ അവിടെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഫസ്റ്റ് ക്യാൻഡിൽ ഭയങ്കര ഹ്യൂജ് ക്യാൻഡിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യണം. കാരണം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള ചാൻസസ് ആർ ഹൈ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ആൻഡ് നമുക്ക് ഒരു സെഷനിൽ ഇതെന്തായാലും എന്ത് ചെയ്യാൻ പറ്റില്ല, തീർക്കാൻ പറ്റില്ല. ഒരു 2-3 സെഷൻ ഈ ഒരു സ്ട്രാറ്റജി മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോ ഇതുവരെയും ക്ലിയർ ആണെന്ന് ഐ ഹോപ്പ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ചാർട്ട്സ് കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക.
നാളത്തേക്കുള്ള പ്രീ മാർക്കറ്റ് നോക്കി വെക്കുക. ട്രേഡ് പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാല് ട്രേഡ് പ്ലാൻ ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ ഇതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആരോ എങ്ങനെ കൊടുക്കും, ഇങ്ങനെ. അതായത് സോറി, ഡ്രോയിങ്സിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, പ്ലീസ് ഡോണ്ട് മൈൻഡ്. മേലോട്ട് ആരോ കൊടുക്കുക. ഇതാണ് എന്റെ നാളത്തെ ട്രേഡ് പ്ലാൻ. ആൻഡ് ഇൻ കേസ് ഇഫ് ഇറ്റ് ഈസ് ബ്രേക്കിംഗ് ഡൗൺ, ദെൻ താഴോട്ട് ബ്രേക്ക് ആയിട്ട് ഒരു റീടെസ്റ്റ് ചെയ്യുന്ന താഴോട്ട്. ഇതായിരിക്കണം എന്റെ ട്രേഡിംഗ് പ്ലാൻ ആയിട്ട് ഞാൻ വരച്ചു വെക്കേണ്ടത്. ക്ലിയർ? ഐ ഹോപ്പ് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ഒരു 2-3 സെഷൻസ് എങ്കിലും മിനിമം വേണ്ടി വരും ഈ ഒരു സ്ട്രാറ്റജി തീർക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് കേൾക്കുമ്പോൾ ഭയങ്കര ബേസിക് ആണ്, പക്ഷെ ഇതിൽ കുറച്ച് ക്രൈറ്റീരിയാസ് വരുന്നതാണ് നമുക്ക് ഇതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുക. അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ കുറെ പ്യുവർ ബിഗിനേഴ്സ് ഉണ്ട് നമ്മുടെ സെഷൻസിൽ. അപ്പോൾ പ്യുവർ ബിഗിനേഴ്സിനെ കൂടുതൽ കണ്ടന്റ് തന്നിട്ട് എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ എക്സാഗ്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടാസ്ക്, നമ്മുടെ ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക ട്രേഡ് പ്ലാൻ. അതായത് ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടുള്ള ട്രേഡ് പ്ലാൻ, നാളത്തേക്കുള്ള സ്റ്റോക്സിന്റെ ട്രേഡ് പ്ലാൻ ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി പറഞ്ഞു തരണം, ഷുവർ. അതായത് 2-3 സെഷൻ ഉണ്ടാവും നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിയിൽ. കാരണം ഈ ഒരു സ്ട്രാറ്റജി ഇത്രയല്ല, ഇതിന് കുറെ കണ്ടിന്യൂവേഷൻസ് ഉണ്ട്, കുറെ ക്രൈറ്റീരിയാസ് കൂടി നോക്കാനുണ്ട്. ഇപ്പൊ ഒരു 2-3 സെഷൻസ് ഉണ്ടാവും ടോട്ടലി ഇനി ഫെർദർ ഈ ഒരു സ്ട്രാറ്റജി മാത്രം. ഓക്കെ, ഇപ്പൊ ഇതുവരെ ക്ലിയർ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. ഇതുവരെ എടുത്തത് ക്ലിയർ അല്ലേ? അബ്സല്യൂട്ട് ബിഗിനേഴ്സിന് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ നോവും പറയാം. ക്ലിയർ ഓക്കെ. അതായത് പ്യുവർ ബിഗിനേഴ്സിനോടാണ് എന്റെ ക്വസ്റ്റ്യൻ. പ്യുവർ ബിഗിനേഴ്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ആദ്യമായി കേൾക്കുന്ന അങ്ങനത്തെ കുറെ പേരുണ്ട്. അവർക്ക് പ്യുവർ ബിഗിനേഴ്സിന് ക്ലിയർ ആണോ? യെസ്. ഓക്കെ, താങ്ക് യു ഗൈസ്. സോ ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ നോട്ട്സ് കാര്യങ്ങൾ പ്രോപ്പർലി ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്താൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ ഫെർദർ ആയിട്ടുള്ള അപ്ഡേറ്റ്സും ഫൈനൽ ഗ്രൂപ്പ്സിലേക്കുള്ള ആക്സസ് ഉണ്ടാവുള്ളൂ. താങ്ക് യു ഗൈസ്, ഗുഡ് നൈറ്റ്. അടുത്ത സെഷൻ ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം, സെഷൻ 2 ഫോർ ദി സ്ട്രാറ്റജി. ഓക്കെ.